ഓരോ ആഴ്ചയും മലയാള സിനിമകൾ റിലീസാകുന്നുണ്ട്. പലതും പരാജയത്തിലേക്കാണ് നീളുന്നത്. അപ്പോഴാണ് പണ്ടെങ്ങോ റിലീസായ പോയ മലയാള ചിത്രങ്ങൾ വീണ്ടും റിലീസ് ചെയ്ത് ആ സിനിമകളിലേക്ക്, തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. റോഡിലൂടെ പോകുമ്പോഴേക്കും മണിച്ചിത്രത്താഴും ദേവദൂതൻ്റെയും ഒരു വടക്കൻ വീരഗാഥയുടെയൊക്കെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും പോസ്റ്ററും ഒക്കെ കണ്ടുകൊണ്ട് ആണ് നമ്മൾ ഓരോ ദിവസവും യാത്ര ഇരിക്കുന്നതല്ലേ. കാരണം പണ്ടെങ്ങോണ്ട് റിലീസായ മലയാള സിനിമകൾ, നമ്മൾ നെഞ്ചിലേറ്റിയ മലയാള ചിത്രങ്ങൾ, തിയേറ്ററുകളിൽ പരാജയപ്പോയ മലയാള ചിത്രങ്ങളെല്ലാം തന്നെ വീണ്ടും റിലീസ് ചെയ്തുകൊണ്ട് ആ ചിത്രങ്ങളിലെ പല നിർമ്മാതാക്കളും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. പ്രധാനമായും മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങളാണ് റിലീസിന് എത്തിയിട്ടുള്ളത്. ഒരു ജയൻ ചിത്രമായ ശരവഞ്ചരം എത്തിയിട്ടുണ്ട്. പക്ഷേ ആ റിലീസ് ചെയ്ത ചിത്രം വലിയ ദുരന്തത്തിലേക്കാണ് മാറിയത്. പക്ഷേ മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോഴേക്കും പ്രേക്ഷകർ ഏതാണ് കൂടുതൽ സ്വീകരിക്കുന്നത് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: മോഹൻലാൽ ചിത്രങ്ങളാണ്. കാരണം റിലീസ് ചെയ്ത ഘട്ടങ്ങളിലുള്ള സിനിമകളെല്ലാം എടുത്തു നോക്കിയാൽ ആദ്യത്തെ 3, 4 വരെയുള്ള സ്ഥാനങ്ങൾ പിടിച്ചു വെച്ചേക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ്. അതിൽ 1-ാം സ്ഥാനത്ത് ദേവദൂതൻ, 2-ാം സ്ഥാനത്ത് സ്ഫടികം, 3-ാം സ്ഥാനത്ത് മണിച്ചിത്രത്താഴ്, 4-ാം സ്ഥാനത്ത് ഛോട്ടാ മുംബൈ. ഛോട്ടാ മുംബൈ ഇപ്പോഴും തിയേറ്ററുകളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇപ്പോഴും തിയേറ്ററുകളിലേക്ക് വരുന്നുണ്ട്. ഛോട്ടാ മുംബൈ റിലീസ് ചെയ്ത ആദ്യ ദിവസമൊക്കെ ആഘോഷമായിരുന്നു. തിയേറ്ററുകളിലൊക്കെ, അതിനുള്ളിൽ കവിതാ തിയേറ്ററിലൊക്കെ 1200 സീറ്റും ഹൗസ്ഫുൾ ആവുന്ന ആദ്യത്തെ ഷോ. ഇവിടെ തിരുവനന്തപുരത്ത് എടുത്തു നോക്കിയാലും പ്രധാനപ്പെട്ട സെൻറ്ററുകളിലൊക്കെ തന്നെ ചിത്രം വലിയ കളക്ഷനാണ് നേടിക്കൊണ്ടിരുന്നത്. എന്തായാലും റിലീസ് ചെയ്യുമ്പോഴേക്കും ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യം, ആളുകളിലേക്ക് തിയേറ്ററിലേക്ക് വരാനുള്ള മടിയല്ല കാരണം. ഇപ്പോഴുള്ള പല നിർമ്മാതാക്കളും സംവിധായകരും പറയുന്നത് എന്താണ്? ആളുകൾക്ക് മഴ കാരണം തിയേറ്ററുകളിലേക്ക് വരാൻ പറ്റുന്നില്ല, പല വിപരീതമായ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ആളുകൾക്ക് OTT പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം ലഭ്യമാണ്. ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ OTTയിലേക്ക് വരും. അതുകൊണ്ട് ആളുകൾ പലരും തിയേറ്ററുകളിലേക്ക് വരാൻ മടിക്കുന്നു. ഇങ്ങനെയുള്ള പല ന്യായങ്ങളും നമ്മൾക്ക് ഇന്നത്തെ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ പറയുന്നേക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ യൂട്യൂബിലും അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിലും അങ്ങനെ OTT പ്ലാറ്റ്ഫോംസിലും ഇതിലെല്ലാം അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും ഇട്ട് കാണാൻ കഴിയുന്ന സിനിമകൾ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് വീണ്ടും വരുന്നത് ഈ സിനിമകൾ കാണാൻ? അതും ഈ തിയേറ്ററിൽ ഈ സിനിമകൾ കാണാൻ 160-170 രൂപ എക്സ്ട്രാ കൊടുക്കണമെന്ന് ആലോചിക്കണം. ഇവിടെ ഫോണിൽ ഫ്രീ ആയിട്ട് കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമകൾ, അതും എത്രയോ വട്ടം കണ്ട സിനിമകൾ. എന്നിട്ടും തിയേറ്ററുകളിലേക്ക് ആളുകൾ എന്തുകൊണ്ട് ഈ സിനിമകൾ കാണാൻ വീണ്ടും എത്തുന്നു എന്ന ഒരൊറ്റ ചോദ്യത്തിൽ ഈ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും വാടയും. കാരണം കണ്ടന്റാണ് കാരണം. ഈ സിനിമ എങ്ങനെയാണോ സംസാരിക്കപ്പെടുന്നത് അത് തിയേറ്ററുകളിൽ ആളുകളോടൊപ്പം ഇരുന്ന് കാണുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ റിലീസായ മോഹൻലാൽ ചിത്രം തുടരും തന്നെ അതിന് ഉദാഹരണമല്ലേ. തുടരും മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി മാറുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആളുകൾ ആ ഒരു കുടുംബ ചിത്രത്തെ OTTക്ക് വരാൻ വേണ്ടി കാത്തിരിക്കാത്തത്? സിനിമ തിയേറ്ററിൽ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയായതുകൊണ്ടാണ്. അതിൻ്റെ കണ്ടന്റ് അത്രമേൽ സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് മുൻപ് റിലീസ് ചെയ്ത എവർലാസ്റ്റിംഗ് ക്ലാസിക് സിനിമകൾക്കും ഇതേ അഭിപ്രായങ്ങൾ തന്നെ വരുന്നത്. നമ്മൾ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ കണക്കെടുപ്പുകൾ ഒന്ന് പരിശോധിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവദൂതനാണ് നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കളക്ഷൻ വൈസ് 4.25 കോടി രൂപയോളമാണ് തിയേറ്ററുകളിൽ നിന്ന് ദേവദൂതൻ കളക്ട് ചെയ്തത്. മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. 2-ാമത്തെ ചിത്രം സ്ഫടികമാണ്. സ്ഫടികം ഏകദേശം എനിക്ക് തോന്നുന്നു 3.5 കോടി രൂപയോളമാണ് കളക്ട് ചെയ്തത്. 3.25 മുതൽ 3.5 കോടി, അതാണ് കളക്ഷൻ വൈഡ് റേഞ്ചേഴ്സ് ആയിട്ട് ട്രാക്കേഴ്സ് സൂചിപ്പിക്കുന്നത്. 3.25 മുതൽ 3.5 കോടിയോളം രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് സ്ഫടികം കളക്ട് ചെയ്ത സിനിമ. അതും ഒരു മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. 3-ാമത് റിലീസ് ചെയ്ത ചിത്രം അല്ലെങ്കിൽ ഇപ്പോഴും വലിയ പ്രദർശനത്തിൽ തുടരുന്ന ചിത്രമായിട്ട് സൂചിപ്പിക്കാൻ കഴിയുന്നത് മണിച്ചിത്രത്താഴ് എന്ന ചിത്രവും കൂടിയാണ്. 3.1 കോടിയോളം രൂപയാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത്. അതൊരു മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. 4-ാമത്തെ ചിത്രം ഛോട്ടാ മുംബൈ ആണ്. ഛോട്ടാ മുംബൈ ഇപ്പോൾ 3 കോടിയോളം രൂപയ്ക്ക് അടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്ത് ഒരു 7-8 ദിവസം, ആദ്യത്തെ ഒരാഴ്ചയുടെ കളക്ഷനാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ റിലീസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 11 ദിവസത്തോളം കഴിയുന്നു. പിന്നീട് ഉണ്ടാകുന്ന 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതുവരെയുള്ള കണക്കുകൾ പ്രകാരം മാത്രം 2.9 കോടിയോളം രൂപ നേടിയിട്ടുണ്ട്. അതും ഒരു മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. അങ്ങനെ ആദ്യത്തെ 4 സ്ഥാനത്തും റിലീസ് ചെയ്ത സിനിമകളിൽ മോഹൻലാൽ ചിത്രങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. മോഹൻലാൽ എന്ന നടൻ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ തന്ന സംഭാവന, മലയാള സിനിമയ്ക്ക് തന്ന സംഭാവന എന്ന് പറയുന്നത് 500 കോടി രൂപയാണ്. ആലോചിക്കുക, മലയാള സിനിമയിൽ ഒരു ഘട്ടത്തിൽ 50 കോടി പോലും ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നടന്മാർ കഷ്ടപ്പെടുമ്പോൾ 2 മാസം കൊണ്ട് ഒരു താരം 500 കോടിയോളം രൂപ മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടി നൽകുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മളെ എംപുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എംപുരാൻ എന്തായാലും ഒരു വലിയ ഓളം ഉണ്ടാക്കുമെന്ന് കരുതിയെടുത്തതാണ്. ഒരു മിക്സഡ് അഭിപ്രായം നേടിക്കൊണ്ട് പോലും എംപുരാന് തിയേറ്ററുകളിൽ ആളുകളെ കയറ്റാൻ കഴിഞ്ഞതും സിനിമയ്ക്ക് അത്രമേൽ കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചതും. ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് വിവാദങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയുടെ കളക്ഷൻ അത് അത്രമേൽ
കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് നല്ല റോക്കറ്റ് വിട്ട് പോലെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയായിരുന്നു എമ്പുരാൻ്റെ കാര്യം. അത് കഴിഞ്ഞ് തുടരും ഒരു മാജിക്കൽ ഹിറ്റായിരുന്നു. തുടരും അത്ര വലിയ സക്സസ് ഒന്നും ആവില്ല എന്ന് കരുതിയ ആളുകൾക്ക് FDFS കണ്ട് ഞെട്ടി വായും പൊളിച്ച് നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് തുടരും ക്രിയേറ്റ് ചെയ്തത് എമ്പുരാനേക്കാളും വലിയ ചരിത്രങ്ങളാണ്. അതിനുശേഷമാണ് ചോട്ടാ മുംബൈ റിലീസ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 500 കോടിയോളം രൂപ മോഹൻലാൽ എന്ന നടൻ ഈ 2025 ആദ്യത്തെ 3 മാസം കൊണ്ട് നൽകിയിരിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് 2024 മോഹൻലാൽ എവിടെ എന്നൊരു ചോദ്യം പലരും ചോദിച്ചിരുന്നു. 2024 ജനുവരിയിൽ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മലൈക്കോട്ടെ വാലിബൻ റിലീസിനെത്തി. അത് വലിയ പരാജയമായിട്ട് മാറുകയായിരുന്നു. വലിയ ഹൈപ്പിൽ വന്നൊരു ചിത്രം അത് വലിയ പരാജയമായി മാറുകയും ചെയ്തു. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി 2024 ഡിസംബറിൽ മോഹൻലാൽ കുട്ടികൾക്ക് വേണ്ടി ബറോസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് 3Dയിൽ ഇറക്കി. അത് അതീവ ദുരന്തമായി മാറുകയും ചെയ്തു. അങ്ങനെ 2024 മോഹൻലാൽ അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ് എമ്പുരാനും തുടരും കയറി വന്ന് ഗോൾഡൻ ബമ്പർ അടിച്ച് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ചോട്ടാ മുംബൈ വരുന്നത്. അങ്ങനെ 500 കോടി രൂപ ഒരു നടൻ സംഭാവന ചെയ്ത ഒരു വർഷവും കൂടിയാണിത്. ആ വർഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടപ്പുണ്ട് നാളുകൾ. ഇനി ഹൃദയപൂർവ്വം എന്ന സിനിമ വരാൻ കിടപ്പുണ്ട്, സത്യനന്ദിക്കാടുമായിട്ടുള്ള മോഹൻലാൽ ചിത്രം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ആ ഒരു വലത്ത് തോള് ചരിഞ്ഞിരിക്കുന്ന ആ മനുഷ്യന് മേൽ മലയാള സിനിമാ ലോകം വെച്ചിട്ടുണ്ടെന്ന്. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ശരി സൂപ്പർ സ്റ്റാർ ഓഫ് മോളിവുഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് തന്നെയാണെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും, എത്രയൊക്കെ ചർച്ചകൾ വന്നാൽ പോലും. അങ്ങനെ ആദ്യത്തെ 4 സ്ഥാനത്ത് റിലീസുകളിൽ മോഹൻലാൽ ചിത്രമാകുമ്പോഴാണ് 5ാമത്തെ സ്ഥാനത്ത് ചന്തു എത്തുന്നത്, ഒരു വടക്കൻ വീരഗാഥ. അത് ഏകദേശം തിയേറ്ററുകളിൽ കളക്ട് ചെയ്തത് ഒരു വലിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചോട്ടാ മുംബൈ നിലവിൽ 2.85 കോടി രൂപയാണെങ്കിൽ ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തത് 1,10,00,000 രൂപ മാത്രമാണ്. അതാണ് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1,10,00,000 രൂപയായിട്ടാണ് വടക്കൻ വീരഗാഥ 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. 6ാം സ്ഥാനത്തുള്ളതും ഒരു മമ്മൂട്ടി ചിത്രമാണ്, അത് വല്യേട്ടനാണ്. ഷാജി കൈലാസിൻ്റെ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ റിലീസ് ചെയ്ത വല്യേട്ടൻ പല ചാനലുകളിലും വീണ്ടും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിത്രം. തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തി 70 ലക്ഷത്തോളം രൂപ അത് കളക്ട് ചെയ്തു. 7ാം സ്ഥാനത്തുള്ളത് ലൂസിഫറാണ്. ലൂസിഫർ കളക്ട് ചെയ്തത് 40 ലക്ഷം രൂപയാണ്. ലൂസിഫർ തിയേറ്ററുകളിലേക്ക് വരുന്ന സാഹചര്യം എന്താണ്? മാർച്ച് 27 എംപുരാൻ എന്ന സിനിമ റിലീസിനെത്തുന്നു. അതിന് മുൻപായി ഒരാഴ്ച തൊട്ട് മുൻപ് ആശീർവാദ് സിനിമാസ് ആളുകൾക്ക് കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് തിയേറ്ററുകളിലേക്ക് വന്നിട്ട് ലൂസിഫർ ഒന്നുകൂടി കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീനുകളിൽ ലൂസിഫർ അവർ റിലീസിന് എത്തിച്ചിട്ടുകൊണ്ടാണ് 40 ലക്ഷം രൂപ ലൂസിഫർ കളക്ട് ചെയ്യുന്നത്. പിന്നെ 8ാം സ്ഥാനത്തുള്ളത് ആവനാഴിയാണ്. മമ്മൂട്ടി ചിത്രമായ ആവനാഴി 18 ലക്ഷം രൂപ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും റിലീസുകളുടെ വലിയ ഹൈപ്പുകൾ നിറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ പല സിനിമകളും വീണ്ടും റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രേക്ഷകരും എത്തിയിട്ടുണ്ട്. ചോട്ടാ മുംബൈയുടെ വമ്പൻ വിജയം, അതായത് 2.85 കോടി രൂപയോളം ആ സിനിമ നേടിയെങ്കിൽ പോലും തിയേറ്ററുകളിൽ ഒരു ഉത്സവ പറമ്പായി മാറ്റി ആ ചിത്രം. അതുപോലെ ഉത്സവ പറമ്പുകൾ ആക്കി മാറ്റാൻ കഴിയുന്ന സിനിമകൾ കൂടുതലായി റിലീസ് ചെയ്യണമെന്നാണ് പ്രേക്ഷകരുടെ ആവശ്യം. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമ മമ്മൂട്ടിയുടെ തന്നെ രാജമാണിക്യം എന്ന ചിത്രമാണ്. അൻവർ റഷീദാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. മമ്മൂട്ടിയോടൊപ്പം 2 സിനിമകൾ, രാജമാണിക്യം, അണ്ണൻ തമ്പി, ഈ 2 ചിത്രങ്ങളും റിലീസ് ചെയ്യണമെന്ന ആവശ്യം വളരെ ശക്തമായി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിൽ പോലും റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രധാന ചിത്രമാണ് രാവണപ്രഭു. രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ഇപ്പോഴും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ കഴിയുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം തന്നെ റിലീസ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായി വരുമ്പോഴും റിലീസ് സിനിമകളെല്ലാം തന്നെ തിയേറ്ററിൽ വൻ വിജയമാകുന്നത് കൊണ്ട് തന്നെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും മറ്റൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. സ്വാഭാവികമായും ഇത് വീണ്ടും റിലീസ് ചെയ്താൽ ആളുകൾ സ്വാഭാവികമായും തിയേറ്ററുകളിലേക്ക് തന്നെ എത്തും. അതുകൊണ്ട് മലയാള സിനിമ നഷ്ടത്തിലാണ് എന്ന് പറയുന്ന സംവിധായകരും നിർമ്മാതാക്കളും സ്വന്തം കണ്ടന്റിന് മേൽ ആദ്യം ഒരു വിശ്വാസം പുലർത്തുക. കാരണം പ്രേക്ഷകർ എന്നും തിയേറ്ററുകളിൽ തന്നെയുണ്ട്.